ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം നടത്തുന്നത്. നമുക്കറിയാം, ജീവിത വീക്ഷണത്തിലും കർമ്മ മണ്ഡലത്തിലും ഒക്കെ ഡോക്ടർ വ്യത്യസ്തനാണ്. വ്യത്യസ്തമായ തൻ്റെ ആ ഒരു ജീവിത വീക്ഷണത്തെ സമൂഹത്തിന് പ്രയോജനപ്രദം ആകുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയായി ഡോക്ടർ ബ്ലോഗിനെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പടനിലത്തിൻ്റെ ബ്ലോഗ് എഴുത്തുകൾ ഏറെ ശ്രദ്ധേയമാണ്. സമൂഹത്തിലെ അനീതികളെ ചൂണ്ടിക്കാട്ടുവാനും തൻ്റേതായ രീതിയിൽ അതിന് പരിഹാരമാർഗങ്ങൾ ലഭ്യമാക്കുവാനും ഡോക്ടർ ശ്രദ്ധേയനാണ്. വികല സങ്കല്പങ്ങൾ എന്ന് പേര് കൊടുത്ത ഒരു ബ്ലോഗ് എഴുത്ത് ഈയിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. ഡോക്ടർ എപ്പോഴും സമൂഹത്തിലെ പ്രശ്നങ്ങൾ അങ്ങേ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. കാരണം അതൊരു സാമൂഹ്യ അവബോധം അങ്ങയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ്. അമേരിക്കൻ ജീവിത അനുഭവങ്ങളും നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമൊക്കെ ഒരു സമ്മിശ്ര വികാരമായി മനസ്സിലുള്ളത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ചിന്തയല്ല ഡോക്ടറുടേത്. അങ്ങയുടെ വികല സങ്കല്പങ്ങൾ എന്ന് പറയുന്ന ഒരു ബ്ലോഗ് ഈയിടെ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ നമ്മുടെ മത തീവ്രവാദത്തെ പോലും എത്ര ശക്തമായി അങ്ങ് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പണ്ട് കാലം മുതലൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മിൽ ഉളവാകുന്ന ചില ധാരണകൾ നമ്മുടെ വ്യക്തിത്വത്തെ എത്ര പ്രായമായാലും സ്വാധീനിക്കും എന്ന് അതും കൂടി ഡോക്ടർ ഈ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ വികല സങ്കല്പങ്ങൾ എന്ന ആ ഒരു ബ്ലോഗ് എഴുത്തിലൂടെ അങ്ങ് പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും സന്തോഷത്തോടെ. നാം മുമ്പ് പറഞ്ഞതുപോലെ വികല സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ശങ്കരാചാര്യരുടെ പാമ്പും കയറും എന്നുള്ള ആ ഒരു ഉദാഹരണമായിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ആ പാമ്പിനെ കണ്ടതുകൊണ്ടും ഭയപ്പെട്ടതുകൊണ്ടും അതിനോട് എന്തെങ്കിലും സാമ്യമുള്ളതൊക്കെ കാണുമ്പോൾ പാമ്പാണെന്നുള്ള ഭയം മനസ്സിലറിയാതെ കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് നാം വീണ്ടും വീണ്ടും ജീവിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം പീഡനം അനുഭവിക്കുന്ന ഒരു കുഞ്ഞ് നമ്മളിപ്പോൾ പത്രത്തിൽ വായിക്കാറുണ്ടല്ലോ, 2 ദിവസവും 3 ദിവസവും പ്രായമായ കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്ത് മൃതപ്രായരാക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് അതിൻ്റെ മനസ്സിലുള്ള ആ മറ്റ് പ്രായപൂർത്തിയുള്ള പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും വലിയ മനുഷ്യരെ കാണുമ്പോൾ അതിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭയം എന്തുമാത്രമായിരിക്കും, അതിനെ കൊല്ലാൻ പോകുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞ് അല്പം കൂടി ഭാഗ്യത്തിന് ആ വലിയ പീഡനം തരണം ചെയ്ത് അതിജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? മറ്റ് മനുഷ്യരെങ്ങനെ അതിനെ ഉപദ്രവിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത അതിൻ്റെ മനസ്സിൽ കാണത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് ഭയമായിരിക്കും. കാരണം എന്ത് ചിന്തിച്ചാലാണ് അടികൊള്ളാതിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിന് യാതൊരു തീർച്ചയുമില്ല. അപ്പോൾ അത് ജീവിക്കുന്നത് അതിന് ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് ലോകം കാണുന്നത് അതിൻ്റെ പഴയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പഴയ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നാം ജീവിക്കുന്നത്. പഴയ അനുഭവം നല്ലതാണെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങൾ നല്ലതായിരിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പാസ്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും നമുക്ക് കുറച്ചുകൂടെ ഹോപ്പ്ഫുള്ളാണെന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അതേസമയം പഴയ അനുഭവങ്ങൾ വളരെ ദുരനുഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം എപ്പോഴും മനസ്സിൽ കാണും. മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത് ഈ പീഡനം അനുഭവിക്കുന്ന വീടുകളിൽ, അതായത് അപ്പഴും അമ്മയും വഴക്കുണ്ടാക്കുകയും മക്കളോട് അബ്യൂസ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ ആകെപ്പാടെ മോശമായ രീതിയിലുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഭയമാണ്. അവരെന്ത് ചെയ്താൽ പോകത്തില്ല.
അവർ വീട്ടിൽ അപ്പോൾ വേറൊരു ജോലി നോക്കുകയോ വേറെ ഒന്നും ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഇതുപോലെ തന്നെയാണ്, എല്ലാവരെയും പേടിക്കേണ്ടതാണ്, എല്ലാവരും അവരെ മിസ്ട്രീറ്റ് ചെയ്യും എന്നുള്ള ആ ഭയത്തിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകത്തില്ല. അതേസമയം സന്തോഷപ്രദമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്വത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും അവർക്ക് പുറത്തു പോവുകയും എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള ഒരു സന്തോഷമുണ്ടാകും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മളെല്ലാവരും വാസ്തവത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെപ്പോഴും ജീവിക്കുന്നത് പഴയ കാലത്താണ്. പഴയ കാലം, അതായത് പഴയ കാലം മോശമാണെങ്കിൽ ഭാവി മോശമായിരിക്കും, പഴയകാലം നല്ലതാണെങ്കിൽ ഭാവി നല്ലതായിരിക്കും എന്നുള്ള ഇതാണ്. നമ്മൾ ഈ പ്രസൻറ്റ് മോമെൻ്റ് എന്നുള്ളത് നമ്മളെപ്പോഴും മറന്നു പോകുക. അപ്പോൾ എപ്പോഴും ഒരു സന്ദർഭം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ എപ്പോഴും അതിനെ പഴയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ അതനുസരിച്ച് വരാൻ പോകുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കും. ഈ സമയത്ത് പഴയതിനെ മറക്കാനൊക്കെ അതൊന്നും പറ്റത്തില്ല. അത് തന്നെ പഴയ കാലവും വരാൻ പോകുന്ന കാലവും, അതായത് ഭൂതകാലവും ഭാവി കാലവും കൂടെ ഇങ്ങനെയുണ്ട് ഓവർലാപ്പ് ചെയ്ത് ഈ വർത്തമാനകാലത്ത് ഈ പ്രസന്റ് മോമെന്റിനെ അങ്ങ് ഇത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോഴും അതെ, അപ്പം നമ്മളിപ്പോൾ ഈ പ്രസന്റ് മോമെന്റ് നമുക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓരോന്നിനെയും അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, പൂർവ്വകാലാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാതെയും ഭാവി എന്താണെന്ന് പരിഗണിക്കാതെയും നമ്മൾ ഇതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറച്ചിലുണ്ട്, പ്രസന്റ് മോമെന്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് എറ്റേണിറ്റി എന്ന്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു മോമെന്റ് ഒരു ചെറിയ ഒരു അര സെക്കൻഡ് മതി. ആ അര സെക്കൻഡ് എന്ന് പറയുന്നത് നിത്യതയോട് ചേർന്ന് നിൽക്കുക. അതേസമയം നാളത്തെ കാര്യം ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പോവുക. അപ്പോൾ ഈ പ്രസന്റ് മോമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ പരിശീലിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രസന്റ് മോമെന്റിൽ ജീവിക്കാൻ സാധ്യതയില്ല. ഏത് രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ, എന്താണ് നമ്മളെ ഭയപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ അത് നമ്മളെ ഇങ്ങനെ പ്രേതബാധ പോലെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഈ മതതീവ്രവാദികളെക്കുറിച്ച് ടീച്ചർ ചോദിച്ചാലും, മതതീവ്രവാദികളെ പലപ്പോഴും പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ പഠിപ്പിക്കുന്നവർ വളരെയധികം ഭീതിപ്പെടുത്തിയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഇന്നതുപോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്നോ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്നോ, നിങ്ങൾ ഒരു രീതിയിൽ ഈ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുകയാണ്. അപ്പം അവർക്ക് പറഞ്ഞു കൊടുത്ത ആ കാര്യം അതുപോലെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അവരുടെ ചിന്ത അതാണ് ശരി, അങ്ങനെ ആ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് വളരെ ശരിയാണ്. അപ്പം വേറൊരാൾ വ്യത്യസ്തമായിട്ട് കാണിക്കുമ്പോൾ ഇവർക്ക് വലിയ വിഷമം തോന്നും. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒരു റിമോട്ട് കൺട്രോൾ എടുത്ത് കളിക്കുന്ന ഒരു കുഞ്ഞ് അതിനെ ശിക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കുഞ്ഞ് റിമോട്ട് കൺട്രോൾ എടുത്ത് കളിക്കുന്നത് കാണുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര ദേഷ്യം ആ കുഞ്ഞിനോട് തോന്നും. ആ കുഞ്ഞിൻ്റെ അതിന് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് ഈ കുഞ്ഞിന് തീർച്ചയാണ്. കാരണം വെച്ചാൽ ഇതിനെ ശിക്ഷിച്ച് ഇതിൻ്റെ പഴയ അനുഭവം ഇതിന് ശിക്ഷ കിട്ടിയതാണ്, അപ്പോൾ ഇവർക്കും ശിക്ഷ കിട്ടണമെന്നാണ്. അപ്പം ഇവർ ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ, ഇവർ വിചാരിക്കുന്ന രീതിയിൽ മതാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കാത്ത ഒരാളിനെ തീർച്ചയായിട്ടും ശിക്ഷിക്കണമെന്നുള്ളത് ഇവരുടെ ഒരു കടമയായിട്ട് ഇവരങ്ങ് എടുക്കുകയാണ്. ഇവർക്ക് ഇതിനകത്ത് വലിയ വിശ്വാസം ഉണ്ടായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബോധ്യം ഉണ്ടായിട്ടില്ല, ഇത് നന്മയ്ക്കാണെന്നുള്ള വിചാരം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇവരിത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ തെറ്റാണ്, അവർ ശിക്ഷയെ അർഹിക്കുന്നുണ്ട്, അപ്പോൾ ശിക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള രീതിയിലാണ് ആ സെറ്റപ്പിലാണ് ഈ മതതീവ്രവാദികളും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഈ ജിഹാദികളും സ്വയം മരിക്കാൻ തന്നെ തയ്യാറായിട്ട് ഇവർ ചാവേർപ്പടകളായിട്ട് മാറുന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ്. കാരണം വെച്ചാൽ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് അവരുടെ കടമയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് തന്നെ സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞത് പഠിച്ചത് പാടുമെന്ന് പറയുന്നത് പോലെ പഠിച്ചത് തന്നെ നമ്മൾ വീണ്ടും 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 നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണ്. ഓരോ മൂമെൻറ്റും വി ആർ ജസ്റ്റ് ലിവിങ് ദ പാസ്റ്റ്. നമ്മൾ ഒരിക്കലും ഈ സമയത്ത് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ശരിയാണോ, ഇന്നത്തെ പരിതസ്ഥിതികളിൽ എൻ്റെ ചിന്ത, എൻ്റെ ധാരണകൾ ഇത് അർത്ഥവത്താണോ, അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ വിരലിൽ എണ്ണാൻ പോലും കാണത്തില്ല.
എല്ലാവരും പഴയതുപോലെയാ, അങ്ങനങ്ങ് പോട്ടെ എന്നിങ്ങനെ. ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരെ കാണാമല്ലോ, രാഷ്ട്രീയത്തിലെ സംവാദങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ സത്യം പറയുമോ? എല്ലാവരും അവരവർ പറയുന്നത് പിടിച്ചെടുത്ത് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള മട്ടിൽ അല്ലാതെ കണ്ട് വേറെ എന്തെങ്കിലും സത്യമാണോ എന്നുള്ളവർ പറയുന്നത് സത്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. അപ്പോൾ അതാണ് വിജയിക്കുന്നതെന്ന് തോന്നുമ്പോഴത്തേക്ക് അതങ്ങ് പറയുക. അങ്ങനെ പറഞ്ഞെങ്കിലേ വിജയിക്കുള്ളൂ എന്നുള്ള ധാരണ അവർക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ക്രമേണ പഠിച്ചതായിരിക്കണം. രാഷ്ട്രീയത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കണമെന്ന്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഈ ഐഡിയാസ്, നമ്മുടെ ധാരണകളെ നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ അഭിപ്രായങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. അഭിപ്രായങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളല്ല വാസ്തവത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അഭിപ്രായങ്ങൾ പണ്ട് ഫോം ചെയ്ത അഭിപ്രായങ്ങളാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതെന്താണെന്ന് നല്ലപോലെ ആലോചിച്ച് ആത്മശോധന ചെയ്ത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇതുകൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ നയിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് അതുപോലെ അപഗ്രഥിച്ച് മുന്നോട്ട് നീങ്ങാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. പഴയ ധാരണകളിൽ അടിയുറച്ച് ജീവിക്കുക അല്ല, എൻ്റെ ധാരണകൾ ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലേ എന്ന് ചിന്തിക്കണം. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അതെ, ആ ധാരണകൾ ആ തിരിച്ചറിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ധാരണകൾ ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ സൂക്ഷിക്കുന്നതാണ്, ഇത് കൂട് കെട്ടി തീറ്റി കൊടുത്ത് വളർത്തുന്ന ഇത് പക്ഷികളെ പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിനെ മാറ്റി ആ കൂട് കഴിച്ച് അതുങ്ങളെ പറഞ്ഞു വിടാനായിട്ട് എനിക്ക് കഴിവുണ്ട്, അവകാശമുണ്ട്, ഞാനത് ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലാണ്ട് എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്, ഞാനിങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാനിങ്ങനെ ആയിപ്പോയി, എന്നെക്കൊണ്ട് തന്നെ മാറ്റാൻ ഒക്കുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ പഴയത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതേസമയം നമുക്ക് നമ്മുടെ ജീവിതത്തിന് പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കും. ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നും എല്ലാം തന്നെ നമ്മുടെ കൺട്രോളില്ല. നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം സന്തോഷപ്രദമാക്കാൻ സാധിക്കും. പണ്ട് മുതലേ നമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു മിഥ്യാധാരണകളോട് ബൈ പറയുക. നമ്മുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ, തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുക. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിവേകത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സത്യം ശരി തിരിച്ചറിയുക, അതനുസരിച്ച് ജീവിതത്തെ പരുവപ്പെടുത്തുക. വർത്തമാനകാലത്തിൽ ജീവിക്കുക. വർത്തമാനകാലമാണ് സത്യം. ഭൂതകാലത്തിൻ്റെ ആ വലിയ തെറ്റായ ധാരണകളെ വീണ്ടും വീണ്ടും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ സ്വതന്ത്രമായ ഒരു മനസ്സോടുകൂടി, കുറ്റബോധമില്ലാത്ത ഒരു മനസ്സോടുകൂടി, സ്വന്തമായ തിരിച്ചറിവുകളിൽ എത്തുന്ന ആ ഒരു മനസ്സോടുകൂടി ജീവിതത്തെ കാണുവാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഡോക്ടർക്ക് നമ്മളോട് പറയുവാനുള്ളത്. ഡോക്ടറിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം.